അങ്ങനെ ലോക എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ട് കിടിലം പടം എന്നുള്ളത് മാത്രമല്ല, മലയാള സിനിമയിൽ ഇന്നേ വരെ വരാത്ത, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥ പറയാൻ എല്ലാവർക്കും മടിയുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ് ലോക എന്ന് പറയുന്നത്. ഇത് വെറും ഒരു കഥ പറച്ചിൽ മാത്രമല്ല, നമ്മൾ ഇതിന്റെ മുന്നേ കേട്ടു പോയിട്ടുള്ള പല കഥാപാത്രങ്ങളും ഇതിലുണ്ട്. അതായത് നമ്മൾ മിത്ത് ആൻഡ് ലെജൻസ് എന്നൊക്കെ പറയില്ല, അതായത് മിത്ത് നമ്മൾ ഉണ്ടോ ഇല്ല അങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോൾ ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. നമ്മളിങ്ങനെ ഒരു കുട്ടി ആയിരുന്നപ്പോൾ തന്നെ ഇല്ലെങ്കിൽ കുട്ടി അല്ലാന്നുണ്ടെങ്കിൽ തന്നെ വലുതായിട്ട് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ കേട്ട് മറന്നിട്ടുള്ള കുറെ പേരുകളുണ്ട്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ ഞാൻ എന്താ പൊട്ടവർത്താനം പറഞ്ഞ് നിങ്ങൾക്ക് തോന്നും, പക്ഷെ നിങ്ങൾക്ക് ആ സിനിമ കാണുന്ന ടൈമിൽ ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ ഒരു പാസ്റ്റ് പറഞ്ഞ ടൈമിൽ നമ്മൾക്ക് ഇപ്പോൾ ഒരു 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 എന്താ പറയാ മരിച്ചു പോയൊരു ക്യാരക്ടർ, അത് കുറെ ശക്തിയുള്ള ഒരു ക്യാരക്ടറാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ പാസ്റ്റ് നമ്മൾ പലതും കേട്ടിട്ടുണ്ടാവും, ഇന്ന ആൾ വന്ന് കൊന്ന്, ഇന്ന ആൾ വന്ന് രക്ഷിച്ച് എന്നുള്ളത്. പക്ഷെ അങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റോറി മാറ്റിയിട്ട് അത് കണക്ട് ചെയ്തിട്ട്, ഇത് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അതിലേക്ക് കൂടുതൽ ഡൈവ് ചെയ്യണില്ല. ഈ ഒരു പടം തിയേറ്ററിൽ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ഒരു ഒലക്കും നിങ്ങൾക്ക് തോന്നൂല. കിടിലം ക്യാമിയോ റോൾസ് ഉള്ള ഒരു അന്യായ പടമാണ് ലോക എന്ന് പറയുന്നത്. ഇത് എങ്ങനെ നിങ്ങൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇത് ഈ പറയുന്ന ടൈമിൽ പല സാധനങ്ങളും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പോയിലർ ആവും. അതാണ് ഞാൻ ആ ക്യാരക്ടറിന്റെ, അപ്പൊ നേരത്തെ പറഞ്ഞ് നിങ്ങൾക്ക് കൂടുതലും മനസ്സിലായിട്ടുണ്ടാവില്ല. അവർ സിനിമ കാണുമ്പോൾ ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട പേര് കല്യാണി പ്രിയദർശൻ. അന്യായ പെർഫോമൻസ്, ശരിക്കും ഒരു ഇംഗ്ലീഷ് നടി. പ്രത്യേകിച്ച് ചില ഷോട്ട് വരുന്ന സമയത്ത് ഒരു സ്മോക്കിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്, മെല്ലനെ തിരിനാണ് ശരിക്കും. ആ തൊള്ള തുറന്ന് മലയാളം സംസാരിക്കുമ്പോൾ മാത്രം മലയാളിയാണ് നമുക്ക് തിരിച്ചറിയണുള്ളൂ. പിന്നെ മലയാളം എന്ന് അറിയാം, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ശരിക്കും ഒരു ഇംഗ്ലീഷ് നടിന്റെ ലുക്ക്. അതേപോലെ തന്നെ അന്യായ സ്ക്രീൻ പ്രസൻസ്. അത് കല്യാണിന്റെ കരിയർ ബെസ്റ്റ് ആണെന്നതിന് ഒരു സംശയമില്ല. പക്ഷെ കല്യാണിന്റെ ഒരു പ്രശ്നം അതാണ്, അന്യായ വെറുപ്പിക്കണ കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് ഒന്ന് മുഖഭാവം വെച്ചിട്ടോ അല്ലെങ്കിൽ കുറെ എക്സ്പ്രഷൻസ് വെച്ചിട്ടോ കല്യാണിക്ക് ഇതിൽ അഭിനയിക്കാനില്ല. കാരണം കല്യാണിന്റെ ക്യാരക്ടർ അങ്ങനത്തെ ക്യാരക്ടറാണ്, പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊരു രസം എന്നറിയോ ആ കല്യാണി. അതില് ഒന്ന് ഇതിൽ ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഉള്ളിൽ സ്ലീവ് ഇല്ലാത്തൊരു എന്തൊരു സാധനം, പെണ്ണുങ്ങൾ ഇടണം എന്തോ ഒരു സാധനം ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അല്ല, ജാക്കറ്റ് ഇങ്ങനെ ഊരണ ടൈം, അതായത് ഒരു ഫൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഊരണ ഒരു സീനുണ്ട്. കേട്ടിലും അതാ ഞാൻ പറഞ്ഞ ശരിക്കും ഒരു ഇംഗ്ലീഷ് നടി. അത് അങ്ങനത്തെ ഒരു ഫിറ്റ്നസ്സും, അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ശരിക്കും ഒരു ഇംഗ്ലീഷ് നടി. പിന്നെ അതേപോലെ തന്നെ നെസ്ലിന്, സലീം കുമാറിന്റെ മോന് ഇവരൊക്കെ ഉണ്ട്. നെസ്ലിന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നെസ്ലിന്റെ ചില കോമഡീസ് ഒക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സലീം കുമാറിന്റെ മോന് എന്ന് പറഞ്ഞേക്ക് അദ്ദേഹത്തിന്റെ പേരൊന്നും നോക്കിയിട്ടില്ല ഞാൻ നേരെ പടം കണ്ട് വന്ന് റിവ്യൂ ചെയ്യാണ്, അതുകൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ക്യാമിയോ റോൾസ് ഒന്നും എനിക്കറിയാം, ഒരു ക്യാമിയോ റോൾ എന്തായാലും ഉണ്ടാവും എനിക്കറിയാം. പക്ഷെ ഒരു ക്യാമിയോ റോൾ അല്ല ഇതിലുള്ളത്. ഇതിൽ മൊത്തത്തിൽ 3-4 ക്യാമിയോ റോളൊക്കെ ഉണ്ട് ഇതിൽ. അതിൽ ഒരു ക്യാമിയോ റോൾ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് വല്ലാത്ത ഒരു എന്തൊക്കെയോ ആയിപ്പോയി. ആ ഒരു ക്യാരക്ടർ മാത്രം ഈ സിനിമന്റെ ഒരേ ഒരു പോരായ്മ അതാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ കൊണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഇന്റൻസ് ഉള്ള ഒരു ക്യാരക്ടർ ആക്കിയിട്ട് മാറ്റണമായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു ആക്ടറാണ് ചെയ്തത്. പക്ഷെ എനിക്ക് പേഴ്സണലി ആ ഒരു ക്യാരക്ടറിനോട് ഭയങ്കര കോമഡി പീസായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ആ ക്യാരക്ടർ ഏതാന്ന് ഞാൻ പറഞ്ഞില്ല. ഈ ക്യാമിയോ റോൾസിൽ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളതും ആ ആക്ടർ തന്നെയാണ്. എനിക്ക് തീരെ കൺവിൻസിങ് ആയിട്ടില്ല. അത് അദ്ദേഹം ചെയ്തതുകൊണ്ടല്ല, ആ ഒരു ക്യാരക്ടറൈസേഷൻ എഴുതി വെച്ചത് തന്നെ അത്യാവശ്യം ബോറായിട്ടാണ്. ബാക്കിയുള്ള ക്യാമിയോ റോൾസിനോ കിട്ടിയിട്ടുള്ള ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റോ ഈ ഒരു ക്യാരക്ടറിന് കിട്ടിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ BGM, എന്റെ മോനെ അത് അടിച്ചു കയറുകയാണ് BGM. അത് തുടക്കത്തിലൊന്നും നിങ്ങൾക്ക് തോന്നൂല. പ്രത്യേകിച്ച് ഒരു പാസ്റ്റ് പറച്ചിലുണ്ട്, അയ്യോ അയ്യോ, അത് ആരത് കല്യാണിന്റെ പാസ്റ്റ് പറച്ചിലുണ്ട്. കുറച്ചൊന്ന് ക്ലീഷ ആണെങ്കിൽ പോലും അതൊന്നും ഫീൽ ചെയ്യൂല. അത് കല്യാണിന്റെ ഒരു ചെറുപ്പം ചെയ്യേണ്ട ഒരു കുട്ടി, അതാണ് കുട്ടി. അതല്ലാതെ ഇത് കുറെ ഒരു വലിയ ക്യാരക്ടർ ഉണ്ടാവും, അതിന്റെ കുട്ടിയായിട്ട് ഇങ്ങനെ വരുമ്പോ ആഞ്ചിന്റെ പൈസ ഒക്കെ ഉണ്ടാവില്ല. ഞാൻ ഇതിന് മുന്നേ റിവ്യൂ ചെയ്തു, ആ കുട്ടിയല്ല, കുട്ടീനെ എന്തെങ്കിലും കുറ്റം പറയണേ. നമ്മൾ കാണല്ലേ പൈസ കൊടുത്തിട്ട്, കുട്ടിയായാലും ചട്ടിയായാലും അതിപ്പോ ശരിയാകും. പക്ഷെ ഇതിലൊരു പെൺകുട്ടി വരുന്നുണ്ട്. ആ പെൺകുട്ടിന്റെ കുറച്ച് അഭിനയം മാത്രമല്ല, കുറച്ച് ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ആ പെൺകുട്ടി ഇത്ര പോന്നൊരു 10-12 എന്തോ വയസ്സുള്ള ഒരു കുട്ടി അഭിനയിച്ച് വെച്ചിങ്ങനെ കാണണം. എന്തൊരു രസമായിട്ടാ ചെയ്ത് കാണുന്നത്. അന്യായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്തം മുട്ടി, എന്താ ഈ കുട്ടി ഇവിടെ ചെയ്ത് കാണിച്ചു വിട്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ മുഖഭാവം വെച്ചിട്ട് ഓക്കെ, ഇപ്പൊ ഇങ്ങനെ കാര്യാനും ചിരിക്കാനും ഇഷ്ടംപോലെ കുട്ടികൾ. പക്ഷെ ഇങ്ങനെ ആക്ഷൻ സീക്വൻസ് ചെയ്ത ഒരു കുട്ടി, അത് പെർഫോമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷണലി പെർഫോമൻസിനോട് ഇന്റൻസ് ആയിട്ടുള്ള രീതിയിലേക്ക് ആ കുട്ടീന്റെ പെർഫോമൻസ് പോകണം. അത് പോകുന്നുണ്ടോ എന്നുള്ളത് മാത്രമല്ല, തലങ്ങം കിട്ടിയതിൽ ആ പെൺകുട്ടി, അതായത് കല്യാണിന്റെ ചെറുപ്പാണത്. കേട്ടില്ല സാധനം. പിന്നെ വിജയരാഘവനുണ്ട്.
ആ ക്യാരക്ടർ എന്താണെന്നുള്ള മൊത്തമായിട്ട് വെളിപ്പെടുത്തുന്നില്ല, പക്ഷെ ഒരു കഥ പറയുന്നുണ്ട്. വിജയരാഘവനാണ് അതിന്റെ സ്റ്റോറി പറയണത്, മനസ്സിലായില്ലേ? നമ്മൾ മിത്ത് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാധനം ആണ് അതിൽ പറയുന്നത്. പിന്നെ ഒരാളത് പറയണമെന്നുണ്ട്, കിട്ടില എൻട്രി ചെയ്യുന്ന, അതും ക്യാമിയ റോൾ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ടെക്നിക്കലി ടു ഗുഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, ദുൽഖറാണ് പ്രൊഡ്യൂസർ, ഈ അന്യായ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള. അതിൽ ഒരു VFX എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, അതിൽ സ്റ്റാർട്ടിങ്ങിൽ കല്യാണി ഒരു സ്റ്റെപ്പ് മുന്ന് ഇങ്ങനെ ചാടി ഇങ്ങനെ കയറുന്നുണ്ട്, എന്നിട്ട് അയിമെന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ആ ഒരു 3-4 സെക്കൻഡ് ഉള്ളൂ, അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നുള്ളത് തോന്നി. അപ്പാർട്ട് ഫ്രം ദാറ്റ് VFX ഒക്കെ കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ശരി ഹോളിവുഡ് ലെവലിലല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്നാലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ എന്ന് തോന്നൂല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ആകെ എനിക്ക് തോന്നിയത് ഈ ഒരു സംഭവം മാത്രമാണ്. ഒരു സ്റ്റെപ്പ് ചാടി കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സീനുണ്ട്, അത് നല്ല ഹൈറ്റിൽ നിന്നിട്ട് ഇറങ്ങുന്ന ഒരു സീനുണ്ട്. അത് അയ്യോ വേണ്ടിയിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്ന്. ബാക്കിയൊക്കെ പക്ഷെ ഇത് സെയിം സീന് വേറെയും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ പറന്നിട്ട് ചന്ദ്രൻ്റെ അവിടെ ഇങ്ങനെ പോയി, ചന്ദ്രൻ്റെ അവിടെ അല്ല, ഇങ്ങനെ കുറച്ചിങ്ങനെ പൊന്തിയിട്ട് അപ്പോൾ ഷോട്ട് എടുക്കുമ്പോൾ അവിടെ ബാക്കിൽ ചന്ദ്രന്, ഇവിടെ ആ ക്യാരക്ടർ. അപ്പോൾ ആ ഷോട്ടൊക്കെ അടിപൊളിയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, VFX മൊത്തമായിട്ടല്ല, ഈ ഒരൊറ്റ 3-4 സെക്കൻഡാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങും പറയാം, തിയേറ്ററിൽ പോയിട്ട് കണ്ടിരിക്കേണ്ട പടമാണ്. ഞാൻ റിവ്യൂർ ആണെങ്കിൽ പോലും പറയണേ, ആരെങ്കിലും വാക്ക് കേട്ടിട്ട് പടം മിസ്സാക്കരുത്. ഇത് ഒന്ന് ഞാൻ പറയുന്നത് ഫിക്ഷനാണ്, ഓക്കെ, ഫിക്ഷനാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഞാൻ റിവ്യൂ ഒന്നും നോക്കിയിട്ടില്ല, ആർക്കൊക്കെ ഇഷ്ടപ്പെടും ആർക്കൊക്കെ ഇഷ്ടപ്പെടില്ല അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ത്രൂ ഔട്ട് എൻജോയ് ചെയ്തൊരു മൂവിയാണ് ലോക്ക എന്ന് പറയുന്നത്. ചാപ്റ്റർ 1, ചാപ്റ്റർ 2 വിൽ ബി ദർ, ചാപ്റ്റർ 2 വരും. അതുകൊണ്ടാണല്ലോ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ 2 വരും. അതിനിപ്പോൾ അത് സ്പോയിലറാണെന്ന് പറഞ്ഞു തരണ്ട. അപ്പോൾ ചാപ്റ്റർ 2 വിൽ ബി ബിഗ്ഗർ ദാൻ ദിസ്. അത് ഈ ഒരു സിനിമനെക്കാളും കാസ്റ്റിംഗ് ഉള്ളൊരു മൂവിയാവും സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. എനിക്ക് കുറേ പറയണമെന്നുണ്ട്, പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പോയിലറിലേക്ക് കിടക്കും, ആരൊക്കെയാണ് ക്യാമറ റോള് വന്നത് എന്നുള്ളതിലേക്ക് കിടക്കും എന്നൊക്കെ. അങ്ങനെ ഒരു രീതിയിലേക്ക് കിടക്കാൻ താല്പര്യമില്ല. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് ക്യാമറ റോൾസ് സ്പോയിൽ ചെയ്യുന്ന രീതിയിൽ ദയവ് ചെയ്തിട്ട് കമൻറ്റ് ഇടാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ടോക്സ് സൈനിങ് ഔട്ട്.